നിങ്ങൾക്ക് ഭയമോ കുറ്റബോധമോ സംശയമോ നിങ്ങളുടെ ജീവിതത്തെ രഹസ്യമായി നിയന്ത്രിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? നിങ്ങളെ പിന്നിലോട്ട് വലിക്കുന്ന ഈ കാര്യങ്ങൾ തന്നെയാണെങ്കിലോ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിക്കും കാരണമാകുന്ന ആ ഒരു താക്കോൽ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷാഡോവിനെ കുറിച്ചും ഷാഡോ വർക്കിനെ കുറിച്ചുമാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ഷാഡോസിനെ തിരിച്ചറിയുവാനും ഷാഡോ വർക്കിലൂടെ എങ്ങനെ ഇമോഷണൽ ഫ്രീഡം നേടാമെന്നും അങ്ങനെ നമ്മുടെ ഹയസ്റ്റ് പൊട്ടൻഷ്യലിനെ എങ്ങനെ അൺലോക്ക് ചെയ്യാമെന്നും നമ്മൾ നോക്കാൻ പോകുന്നു. പേരുകേട്ട സൈക്കോളജിസ്റ്റ് കാൾ യുങ് ആണ് ഷാഡോ എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം പറയുന്നു, എല്ലാവർക്കുമുണ്ട് ഒരു ഷാഡോ, ഒരു നിഴൽ. എത്രത്തോളം നമ്മളതിനെ നമ്മുടെ ബോധപൂർവമായ ജീവിതത്തിൽ കോൺഷ്യസ് ലൈഫിൽ ഉൾക്കൊള്ളാതിരിക്കുന്നുവോ അത്രയധികം അവ ഇരുണ്ടതായി മാറുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം അതിനെ തള്ളിക്കളയാൻ ശ്രമിക്കുന്നുവോ അത്രയധികം നമ്മളറിയാതെ അത് നമ്മെ സ്വാധീനിക്കുന്നു. ഈ മറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നമ്മുടെ വികാരങ്ങളെയും സ്വഭാവങ്ങളെയും സ്വാധീനിക്കുകയും നമ്മൾ യഥാർത്ഥത്തിൽ ആരാണോ അത് തിരിച്ചറിയാൻ കഴിയാതാക്കുകയും ചെയ്യുന്നു. സ്വയം മനസ്സിലാക്കുന്നതിൻ്റെ ആദ്യത്തെ പടി എന്നത് നമ്മുടെ ഷാഡോയെ തിരിച്ചറിയുന്നതാണ്. അവിടെയാണ് യഥാർത്ഥ മാറ്റങ്ങൾ തുടങ്ങുന്നത്. നമ്മളോട് മറച്ചു വെക്കണമെന്ന് പലരും പറഞ്ഞിട്ടുള്ള പ്രത്യേകതകൾ ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിരിക്കാം. ഈ മറിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഷേപ്പ് ചെയ്തിരിക്കുന്നത്, രൂപപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവും സമൂഹവും നമ്മുടെ ജീവിതാനുഭവങ്ങളുമാണ്. ചെറുപ്പം മുതലേ നമ്മൾ സ്വീകാര്യമായതും സ്വീകാര്യമല്ലാത്തതുമായ കാര്യങ്ങൾ ഏതെല്ലാമെന്ന് പഠിക്കുന്നു. അങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ സ്വീകാര്യമല്ല, അക്സെപ്റ്റബിൾ അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ ഉള്ളിലേക്ക് അടിച്ചു താഴ്ത്തുന്നു. ഇവയാണ് ഷാഡോസ്. ഉദാഹരണമായി, ദേഷ്യം പ്രകടിപ്പിക്കുന്നത് മോശമാണെന്ന് നിരന്തരം കേൾക്കുന്ന കുട്ടി അവയെ ഉള്ളിൽ മൂടിവെക്കുന്നു. മുതിർന്ന ഒരു വ്യക്തിയായി മാറുമ്പോൾ അസർട്ടീവ് അല്ലാത്ത, വികാരങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു വ്യക്തിയായി ഇയാൾ മാറുന്നു. മറ്റുള്ളവർ ഫ്രീ ആയി തങ്ങളുടെ വികാരങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നത് കാണുമ്പോൾ അവർ അസ്വസ്ഥരാകുന്നു. എന്നാൽ ഈ മൂടിവെച്ചിരിക്കുന്ന ദേഷ്യത്തെ തിരിച്ചറിയുമ്പോൾ അസർട്ടീവ് ആകാനുള്ള, നിശ്ചയദാർഢ്യമുള്ള വ്യക്തിയാകാനുള്ള, കൃത്യമായ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയായി ഇയാൾ മാറുന്നു. ഷാഡോ എന്നത് നമ്മൾ ഭയക്കേണ്ട ഒന്നല്ല. അതിന് വളരെയധികം സാധ്യതകളുണ്ട്. എന്നാൽ തള്ളിക്കളഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ആരാണോ അതിലേക്ക് എത്തുന്നതിന് അത് തടസ്സങ്ങളും സൃഷ്ടിക്കുന്നു. യുങ് പറയുന്നത് ഷാഡോയിൽ പോസിറ്റീവും അതുപോലെ നെഗറ്റീവുമായ നമ്മുടെ പ്രത്യേകതകൾ ഉണ്ടെന്നാണ്. നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കാത്ത, തെറ്റിദ്ധരിച്ച നമ്മുടെ ഒരു ഭാഗമായി ഷാഡോവിനെ കണക്കാക്കാവുന്നതാണ്. ഷാഡോ വർക്ക് കൂടുതൽ സ്വയം അവബോധമുണ്ടാകുവാനും വൈകാരികമായ പ്രതിരോധം വളർത്തുവാനും സത്യസന്ധമായ ജീവിതം നയിക്കുവാനും കാരണമാകുന്നു. ആരുടെയെങ്കിലും സ്വഭാവം നമ്മെ അസ്വസ്ഥരാക്കുമ്പോൾ സ്വയം ചോദിക്കുക, വാട്ട് ആം ഐ സീയിങ് ഇൻ ദെം ദാറ്റ് ഐ മൈറ്റ് ബി അവോയ്ഡിങ് ഇൻ മൈസെൽഫ്? ഞാൻ എന്നിൽ നിരസിക്കുന്ന ഏത് കാര്യമാണ് അവരിൽ ഞാൻ കാണുന്നത്? അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിലും ഒരുപക്ഷെ മറിഞ്ഞിരിക്കുന്നതാകാം. ഈ മറിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെ സംയോജിപ്പിക്കുമ്പോൾ, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈക്കോളജിക്കൽ ഹോൾനെസ്, മാനസിക തികവ് ആർജിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഷാഡോ വർക്ക് ചെയ്യുന്നത് പ്രയാസകരമായിരിക്കാം. നമ്മൾ തള്ളിക്കളഞ്ഞ, മറച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഭാഗങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് അസ്വസ്ഥതയും ഭയവും ഉണ്ടാക്കാം. എന്നാൽ അതിൽ നിന്നും കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ് താനും. നമ്മുടെ ശക്തികളെയും ക്രിയേറ്റിവിറ്റിയെയും അൺലോക്ക് ചെയ്യുവാൻ ഇതുവഴി നമുക്ക് സാധിക്കുന്നു. കാൾ യുങ്ങിൻ്റെ അഭിപ്രായത്തിൽ നമ്മളിൽ തന്നെ റിജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ കാണാൻ ശ്രമിക്കുന്നു, പ്രൊജക്റ്റ് ചെയ്യുന്നുവെന്നാണ്. നമ്മൾ നമ്മളിൽ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ ഭാഗങ്ങൾ മറ്റുള്ളവരിലും കാണുമ്പോൾ നമ്മൾ ആ ഒരു ഇഷ്ടക്കേട് കാണിക്കുന്നു. ഉദാഹരണമായി, നമ്മൾ ചിലപ്പോൾ മറ്റൊരാളെ അഹങ്കാരി എന്ന് വിളിച്ചേക്കാം. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ കോൺഫിഡൻസ് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കാം, വിനയത്തിൻ്റെ പ്രാധാന്യം കേട്ടു വളർന്നതുകൊണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്വയം ചോദിക്കാം, ഞാൻ രഹസ്യമായി മറ്റുള്ളവരുടെ മുൻപിൽ ഈയൊരു സ്വഭാവം പ്രകടിപ്പിക്കുവാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ മോഡേൺ സൈക്കോളജിയിൽ നിന്നും ട്രോമ സ്റ്റഡീസിൽ നിന്നും മറ്റും വേറെ ചില ഉൾക്കാഴ്ചകളും കിട്ടുന്നുണ്ട്. നമുക്ക് പല സാഹചര്യങ്ങളിലും ഉണ്ടാകുന്ന ട്രിഗേഴ്സ്, അസ്വസ്ഥതകൾ പ്രൊജക്ഷൻ കൂടാതെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാമെന്ന് ഇവ കാണിക്കുന്നു. അതിലൊന്നാണ്
ട്രോമ റെസ്പോൺസ്. കഴിഞ്ഞുപോയ നാളുകളിൽ നമുക്കുണ്ടായ മുറിവുകൾ, ട്രോമാസ് മൂലമായിരിക്കാം അത്. ഉദാഹരണമായി, മറ്റൊരാൾ നമ്മോട് ബഹുമാനമില്ലാതെ സംസാരിക്കുമ്പോൾ വരുന്ന അമിതമായ ദേഷ്യം. ഇത് ചിലപ്പോൾ ചെറുപ്പകാലത്ത് നമ്മുടെ ബൗണ്ടറീസ് മറ്റുള്ളവർ പരിഗണിക്കാതിരുന്നത് കൊണ്ടായിരിക്കാം. ഈ ഒരു സാഹചര്യം ഞാൻ സേഫല്ല, ഞാൻ പവർലെസ് ആണ് എന്ന എൻ്റെ പഴയ മുറിവിനെ ഉണർത്തുന്നതാണോ? ട്രിഗറിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് മറ്റൊരു കാരണമാണ് ഒതൻറ്റിക് ഡിസ്ലൈക്ക്, യഥാർത്ഥമായ ഇഷ്ടക്കേട്. എൻ്റെ മൂല്യങ്ങളോട്, വാല്യൂസിനോട് യോജിച്ചു പോകാത്ത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നതാണിത്. ഒരാൾ കള്ളത്തരം കാണിക്കുമ്പോൾ, ഡിസോണസ്റ്റ് ആകുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഇഷ്ടക്കേട് നമ്മുടെ ഉള്ളിൽ ഡിസോണസ്റ്റി ഉള്ളതുകൊണ്ടായിരിക്കണമെന്നില്ല. അത് നമ്മുടെ മൂല്യത്തിന് എതിരായതുകൊണ്ടായിരിക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ സ്വയം ചോദിക്കാം, ഈ ഒരു സാഹചര്യം എൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾക്ക്, കോർ ബിലീഫിന് എതിരാണോ എന്ന്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരാവുന്ന ചോദ്യമാണ്, എങ്ങനെ അത് പ്രൊജക്ഷനാണോ, പഴയകാല മുറിവിൽ നിന്നാണോ, അതോ മൂല്യങ്ങൾക്കെതിരായതുകൊണ്ടാണോ ട്രിഗർ ഉണ്ടായതെന്ന് തിരിച്ചറിയുമെന്നത്. ഒരു സാഹചര്യം അമിതമായ റിയാക്ഷൻ അല്ലെങ്കിൽ ഓവർ റിയാക്ഷനാണ് നമ്മളിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അത് പ്രൊജക്ഷനോ പഴയകാല മുറിവോ ആകാനുള്ള സാധ്യതയാണ് കൂടുതലും. എന്നാൽ ശാന്തമായി, ബോധപൂർവം നമ്മൾ പ്രകടിപ്പിക്കുന്ന ഇഷ്ടക്കേട് നമ്മുടെ മൂല്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കാം. ഇവയിൽ ഏതു തന്നെ ആയാലും അത് സെൽഫ് റിഫ്ലക്ഷനിന്, സ്വയം വിചിന്തനത്തിനും എന്നിൽ മറഞ്ഞിരിക്കുന്ന ചില പ്രത്യേകതകൾ തിരിച്ചറിയുന്നതിനുമുള്ള അവസരങ്ങളായി ഈ സാഹചര്യങ്ങളെ ഉപയോഗിക്കാവുന്നതാണ്. ഷാഡോ വർക്ക് എന്ന പ്രക്രിയയിലൂടെ നമ്മൾ നമ്മിൽ മറഞ്ഞിരിക്കുന്ന, നമ്മൾ തള്ളിക്കളഞ്ഞ, സപ്രസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഭാഗങ്ങളെ കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും നമ്മളിലേക്ക് ചേർത്ത് വയ്ക്കുവാനും ഇൻറ്റിഗ്രേറ്റ് ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നു. ഇത് ഹീലിങ്ങിനും വളർച്ചയ്ക്കും നമ്മുടെ തന്നെ ട്രൂ സെൽഫ് ആകുവാനും സഹായിക്കുന്നു. ഒരു സാഹചര്യത്തിൽ പ്രാക്ടിക്കലായി ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് താഴെ ചേർക്കുന്നു. സ്റ്റെപ്പ് 1, ഐഡൻറ്റിഫൈ ദി ട്രിഗർ. നമ്മളിലൊരു വൈകാരികമായ ട്രിഗർ ഉണ്ടാകുമ്പോൾ ഒന്ന് പോസ് ചെയ്ത് സ്വയം ചോദിക്കാം, എന്താണ് കൃത്യമായി നോക്കിയാൽ എന്നെ ട്രിഗർ ചെയ്തത്? അയാളുടെ സ്വഭാവം, സാഹചര്യം, കമൻറ്റ്, ഇതിലേതാണ്? എൻ്റെ പ്രതികരണം എത്ര ശക്തമായിരുന്നു? മിതമായതോ അതോ ശക്തമോ? സമാനമായ സാഹചര്യങ്ങളിൽ എനിക്കിങ്ങനെ അനുഭവപ്പെടാറുണ്ടോ? ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ സ്വയം ചോദിക്കാം. സ്റ്റെപ്പ് 2 and 3 ഒരുമിച്ച് ചേർക്കുന്നു. വിച്ച് കാറ്റഗറി ഡസ് ഇറ്റ് ഫോൾ ഇൻ ടു? അതിനുശേഷം റിലീസിങ് ആൻഡ് മൂവിങ് ഫോർവേഡ്. ആദ്യമായി പ്രൊജക്ഷൻ ആണോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാം. നിങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന, നിങ്ങൾ നിരസിക്കുന്ന ഒരു സ്വഭാവമാണോ ഇത്? പ്രൊജക്ഷനായി തോന്നുന്നുവെങ്കിൽ ചെയ്യാവുന്ന ഷാഡോ വർക്ക് പ്രാക്ടീസ് താഴെ ചേർക്കുന്നു. ആദ്യമായി ജേർണൽ പ്രോംപ്റ്റ്. ഈ ഒരു വ്യക്തിയുടെ ഏതൊരു പ്രത്യേകതയാണ് എന്നെ ഏറ്റവും കൂടുതൽ അസഹ്യപ്പെടുത്തുന്നത്? ഞാൻ ഈ ഒരു പ്രത്യേകത സ്വയം കാണിച്ചിട്ടുണ്ടോ? രണ്ടാമതായി റീഫ്രെയിം ആൻഡ് ഇൻറ്റിഗ്രേറ്റ്. ഈ ഒരു സ്വഭാവം ഞാൻ മറച്ചുവെച്ചതാണെങ്കിൽ എങ്ങനെ അതിനെ ഹെൽത്തിയായ രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കും? മൂന്നാമതായി മിറർ വർക്ക്. കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയാം, ഞാൻ എന്നിൽ നിരസിച്ച എല്ലാ ഭാഗങ്ങളെയും അംഗീകരിക്കുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. രണ്ടാമതായി അത് ട്രോമയാണോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ കഴിഞ്ഞകാല മുറിവുകളിൽ നിന്നും ഉണ്ടായ റിയാക്ഷനാണോ ഇതെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. ഇതിനായി ചെയ്യാവുന്ന ഷാഡോ വർക്ക് പ്രാക്ടീസ് താഴെ ചേർക്കുന്നു. ആദ്യമായി സ്വയം ചോദിക്കാം, ഏത് കഴിഞ്ഞുപോയ കാര്യമാണ് എൻ്റെ ഓർമ്മയിൽ വന്നത്? എപ്പോഴാണ് ആദ്യമായി എനിക്കിങ്ങനെ തോന്നിയത്? നിങ്ങളുടെ യങ്ങർ സെൽഫിനെ, അതായത് നിങ്ങൾ ചെറുപ്പകാലത്തായിരുന്ന ആ ഒരു കുട്ടിയെ മനസ്സിൽ കണ്ട് ആശ്വസിപ്പിക്കാം. നീ സേഫാണ് എന്ന് പറയാം. 3. EFT ടാപ്പിംഗ് എക്സസൈസ്. ടാപ്പിംഗ് പോയിൻറ്റ്സിലൂടെ ടാപ്പ് ചെയ്തുകൊണ്ട് പറയാം, എനിക്ക് അസ്വസ്ഥത തോന്നുന്നുവെങ്കിലും ഞാനിപ്പോൾ സേഫാണ്. അടുത്തത് അത് കോർ വാല്യൂ കോൺഫ്ലിക്റ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ മൂല്യങ്ങൾക്കെതിരായ ഒരു സാഹചര്യമായതുകൊണ്ട് ഉണ്ടായ ട്രിഗർ ആണോ ഇത്? അമിതമായ വികാരങ്ങൾ അത് എന്നിൽ ഉണ്ടാക്കുന്നില്ല, എന്നാൽ ശക്തമായ വിയോജിപ്പ് തോന്നുന്ന സാഹചര്യമാണിത്. അങ്ങനെയെങ്കിൽ അതൊരു കോർ വാല്യൂ കോൺഫ്ലിക്റ്റ് ആകാം. ഇതിനായുള്ള ഷാഡോ വർക്ക് പ്രാക്ടീസ് ഇതാണ്. ആദ്യമായി ജേർണൽ പ്രോംപ്റ്റ്. ഈ ഒരു സാഹചര്യം ഞാൻ എന്ന വ്യക്തിയുമായി അലൈൻ ചെയ്യുന്ന, യോജിച്ചു പോകുന്ന കാര്യമാണോ? രണ്ടാമതായി ക്ലാരിഫൈ യുവർ ബൗണ്ടറീസ്. മറ്റുള്ളവരെ വിധിക്കാതെ എൻ്റെ മൂല്യങ്ങളിൽ
ഉറച്ചു നിൽക്കാൻ എനിക്കെങ്ങനെ സാധിക്കും? മൂന്നാമതായി, പ്രാക്ടീസ് സെൽഫ് എക്സ്പ്രഷൻ. വികാരങ്ങളെ സപ്രസ് ചെയ്യുന്നതിനു പകരം ആത്മവിശ്വാസത്തോടെയും സഹാനുഭൂതിയോടെയും അവ പ്രകടിപ്പിക്കുക. ഇത് നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ച് വ്യക്തത കിട്ടുവാനും സഹായിക്കുന്നു. ഏതൊരു വികാര പ്രകടനവും നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നും കിട്ടുന്ന സന്ദേശമാണ്. ഷാഡോ വർക്കിലൂടെ അതിനെ തിരിച്ചറിയുവാനും നമ്മുടെ എല്ലാ ഭാഗങ്ങളെയും പൂർണ്ണമായും ഉൾക്കൊള്ളുവാനും നമ്മുടെ ഹയസ്റ്റ് സെൽഫിലേക്ക് വളരുവാനും അത് നമ്മെ സഹായിക്കുന്നു. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ എല്ലാ ഭാഗങ്ങളെയും മാറ്റുവാൻ, ചേഞ്ച് ചെയ്യുവാൻ ശ്രമിക്കേണ്ടതില്ല. നമ്മെ തന്നെ ഫോഴ്സ് ചെയ്യേണ്ടതില്ല എന്നതാണ്. സെൽഫ് കോൺഫിഡൻസ് വരുന്നത് നമ്മൾ നമ്മുടെ എല്ലാ ഭാഗങ്ങളെയും അതിൻ്റെ കുറവുകളോട് കൂടെ തന്നെ പൂർണ്ണമായും സ്വീകരിക്കുമ്പോഴാണ്, പൂർണ്ണരാകുമ്പോഴല്ല.